തിരുമുറ്റങ്ങളിൽ ഇന്ന് കരുതലിന്റെ ഒന്നാം ഓണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത്തവണ ഉത്രാടപ്പാച്ചിൽ. ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരുക്കങ്ങൾക്ക് പൂർണ്ണത വരുത്താനുള്ള തിരക്കിന്റെ ദിവസമാണ് ഇന്ന്. വ്യാപാര സ്ഥാപനങ്ങളിലും ഇലക്ട്രോണിക് കടകളിലും നേരത്തെ തുടങ്ങി തിരക്ക്. ജുവല്ലറികളിലും 2 ദിവസമായി നല്ല തിരക്കാണ്. ഉപ്പേരി, പപ്പടം, പാലട, ശർക്കര വരട്ടി തുടങ്ങിയ വിഭവങ്ങൾ വിളമ്പാനുള്ള വാഴയിലയും ഒരുക്കാനുള്ള തിരക്ക്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയ്ക്കായി ഹോർട്ടികോർപ്പിന്റെ ഓണച്ചന്തകളും സജീവം. ഹോട്ടലുകളിലെയും കാറ്ററിംഗ് സെന്ററുകളിലെയും റെഡിമെയ്ഡ് സദ്യകളിലെ തിരക്ക് ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങി. ഓൺലൈനായാണ് ഓർഡർ എടുക്കുന്നതും പണമടയ്ക്കുന്നതും. മാസ്കും സാനിറ്റൈസറുമൊക്കെയായി സാഹചര്യങ്ങൾ മാറിയെങ്കിലും ഓണത്തിന്റെ പൊലിമ ഒട്ടും കുറയുന്നില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ തിരക്ക്. എന്നാൽ മാസ്കും ഗ്യാപ്പുമില്ലാതെ ഉത്രാടപ്പാച്ചിൽ നടത്തിയാൽ പിഴയും വീഴുമെന്ന് ഉറപ്പാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ലിജുവിനൊപ്പം സിജോ വിജോൺ, ന്യൂസ് 18. ഇടമലക്കുടി നിവാസികൾക്ക് ഇത്തവണ ഓണക്കിറ്റില്ല. ആഴ്ചകളായി തടസ്സപ്പെട്ടിരിക്കുന്ന വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതാണ് കിറ്റ് വിതരണം നടക്കാത്തതിന് കാരണം. ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും വനംവകുപ്പ് നടപടിയെടുത്തിട്ടില്ല. വിഷയത്തിൽ വനംവകുപ്പ് മന്ത്രി ഇടപെടണമെന്ന് ദേവികുളം MLA S. രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. പെട്ടിമുടി ദുരന്തമുണ്ടാകുന്നതിനു മുമ്പ് ഇടമലക്കുടിയിലേക്കുള്ള റോഡിന്റെ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മറ്റും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വനംവകുപ്പ് ഇടമലക്കുടിയെ അവഗണിച്ചു. കഴിഞ്ഞ 23-ന് മൂന്നാറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ DFOയെ വിളിച്ചുവരുത്തി അടിയന്തരമായി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തിലെ ആദിവാസി കുടുംബങ്ങൾ പുറംലോകവുമായി ബന്ധപ്പെടുവാൻ മാർഗമില്ലാതെ ദുരിതത്തിലാണ്. ഈ മേഖലയിൽ റോഡൊന്ന് മുളകര വരെ എത്തിക്കഴിഞ്ഞാൽ ഈ നാട് ജനങ്ങൾക്ക് നല്ലൊരു പ്രേരണം ഉണ്ടാകും. വാഹന ഗതാഗതമില്ലാത്തതിനാൽ ഇത്തവണ ആദിവാസി കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും മുടങ്ങി. വിഷയത്തിൽ വനമന്ത്രി ഇടപെടണമെന്ന് ദേവികുളം MLA S. രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇടമലക്കുടിയിലെ പഞ്ചായത്തിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുവാൻ ഓണക്കിറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വനംവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത്. ഇടമലക്കുടി നിവാസികൾക്കുള്ള റേഷൻ വിതരണമടക്കം മുടങ്ങുന്ന സാഹചര്യമാണുള്ളത്. ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ സർക്കാർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18, ഇടുക്കി. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ PSC എക്സൈസ് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ മനം നൊന്ത് ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം കുന്നത്തുകാൽ തട്ടിട്ടലമ്പലം സ്വദേശി അനുവാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. 28 വയസ്സായിരുന്നു. തൊഴിലില്ലായ്മയാണ് മരിക്കാനുള്ള കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സിവിൽ പോലീസ് എക്സൈസ് സിവിൽ ഓഫീസറായിട്ട് PSCയിൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു. 77ാമത്തെ റാങ്ക് ലിസ്റ്റായിരുന്നു. അതിൽ ആ ലിസ്റ്റ് ക്യാൻസലായതോടുകൂടി അവൻ്റെ മനോവിഷമം വർദ്ധിക്കുകയും ആഹാരം ഇരുട്ടത്തിരിക്കുക, അത് ഈ മൊത്തം ആൾക്കാരുടെയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാനിനി എങ്ങനെയാണ് ഈ ആൾക്കാരെ ഫേസ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 അവൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് അവനെ ഉപദേശിച്ചു. VS അനു വിവരങ്ങൾ പങ്കുവെക്കും. അനു, ആത്മഹത്യാക്കുറിപ്പിൽ ഈ മനോവേദനയാണ് തൊഴിലില്ലായ്മയെ ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. എന്താണ് വീട്ടുകാർ പറയുന്നത്? ജോലിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇദ്ദേഹം? തീർച്ചയായും രഞ്ജിത്ത്, PSC എക്സൈസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് അനു. സ്വാഭാവികമായും ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതോടുകൂടി അതുമായി ബന്ധപ്പെട്ട് വലിയ വിഷമത്തിലായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് വിഷമം അനുഭവിച്ചിരുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു സ്ഥിരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. 77ാം റാങ്കുകാരനായിരുന്നു. പക്ഷേ 66 പേരെ എടുത്ത ശേഷം ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി അനു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീട്ടിലെ മുറിക്കുള്ളിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഏതായാലും വെള്ളട പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അവർ എത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയുന്നത്. സ്വാഭാവികമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ PSC നിയമനങ്ങൾ പല റാങ്ക് ലിസ്റ്റുകളും റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കുന്നത്തുകാൽ തട്ടിട്ടമ്പലം സ്വദേശി അനുവിന്റെ ആത്മഹത്യ. VS അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 70,000 കടന്നു. ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 71,701 സംസ്ഥാനത്തെ രോഗികളുടെ എണ്ണം. 2,397 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ മരണം 280 ആയും ഉയർന്നു. 23,277 പേരാണ് ചികിത്സയിലുള്ളത്. 48,803 പേർ ഇതുവരെ രോഗമുക്തരായി. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് കൂടുതൽ മരണവും രോഗികളും.
മെട്രോ സർവീസുകൾ പുനരാരംഭിക്കാനും പൊതുപരിപാടികൾക്ക് നിയന്ത്രണങ്ങളോടെ ഇളവുകൾ അനുവദിച്ചും അൺലോക്ക് 4ാം ഘട്ട മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രം പുറത്തിറക്കി. സെപ്റ്റംബർ 7 മുതൽ മെട്രോ സർവീസുകൾ ആരംഭിക്കും. പൊതുപരിപാടികൾക്ക് 100 പേർക്ക് വരെ പങ്കെടുക്കാം. സ്കൂളുകളും കോളേജുകളും സെപ്റ്റംബർ 30 വരെ അടഞ്ഞുകിടക്കും. തിയേറ്ററുകളും പാർക്കുകളും ഉൾപ്പെടെയുള്ളവ ഈ ഘട്ടത്തിലും തുറക്കില്ല. അന്താരാഷ്ട്ര വിമാന സർവീസുകളും ആരംഭിക്കില്ല. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2.5 കോടി കടന്നു. 24 മണിക്കൂറിൽ 2.5 ലക്ഷത്തിനടുത്താണ് പുതിയ കേസുകൾ. 8,40,50,000 പേരാണ് ഇതുവരെ മരിച്ചത്. 61.5 ലക്ഷം കോവിഡ് ബാധിതരുള്ള അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. അമേരിക്കയിലും ബ്രസീലിലും രോഗവ്യാപന തോതിലും മരണനിരക്കിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കുന്നതായി കപിൽ സിബൽ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൂർണ്ണസമയ അധ്യക്ഷനും അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ ആണ് സോണിയാഗാന്ധിക്ക് കത്തെഴുതിയത്. എന്നാൽ കത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ച് അല്ല, കത്തെഴുതിയ സമയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ചിലർ ശ്രമിച്ചതെന്നും കപിൽ സിബൽ ഇംഗ്ലീഷ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തി. രഹസ്യമായി മറ്റു പല നേതാക്കളും ഈ നിലപാടിനോട് യോജിച്ചിരുന്നുവെന്നും കപിൽ സിബൽ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ ഓണം കഴിഞ്ഞ ശേഷമേ സമർപ്പിക്കൂ. അട്ടിമറി സാധ്യത ഇല്ലെന്നാണ് പ്രത്യേക പോലീസ് സംഘത്തിൻ്റെയും കണ്ടെത്തൽ. 25 ഫയലുകളാണ് ഭാഗികമായി കത്തിയത്. മുഴുവൻ ഫയലുകളുടെയും കണക്കെടുപ്പ് തുടരുകയാണ്. ഫോറൻസിക് റിപ്പോർട്ട് കൂടി വന്ന ശേഷം വ്യാഴാഴ്ച DGPക്ക് റിപ്പോർട്ട് കൈമാറും. ഇടവേള. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് നികുതി വകുപ്പും അന്വേഷിക്കും. സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തുക. അതേസമയം കേസിൽ പിടിയിലായ 4 പേരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പോപ്പുലർ ഫിനാൻസിന്റെ ശാഖകളിൽ 6 മാസം മുമ്പാണ് നിക്ഷേപങ്ങളിൽ വ്യാപകമായ തിരിമറിയുണ്ടായത്. നിക്ഷേപകരുടെ വിശ്വാസം മുതലെടുത്താണ് തട്ടിപ്പ്. കഴിഞ്ഞ ദിവസം കോന്നി വകയാറിലെ സ്ഥാപനത്തിന്റെ ആസ്ഥാനത്ത് നടന്ന റെയ്ഡിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നികുതി വകുപ്പും പ്രത്യേകം അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. കേസിൽ പ്രതിപട്ടികയിലുള്ള തോമസ് ഡാനിയൽ, മാനേജിംഗ് പാർട്ണർ പ്രഭ തോമസ്, മക്കളായ റിനു മറിയം തോമസ്, റിയ ആൻ തോമസ് എന്നിവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും അന്വേഷണം തുടരുകയാണ്. നിക്ഷേപകരുടെ പണം വകമാറ്റൽ, സാമ്പത്തിക ഇടപാടുകൾ, ബിനാമി ഇടപാടുകൾ തുടങ്ങിയവയെക്കുറിച്ച് നികുതി വകുപ്പ് കൂടുതൽ വിവരങ്ങൾ തേടും. റെയ്ഡിൽ പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കുകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെടുത്തുന്ന വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭ്യമാകുമെന്നും സൂചനയുണ്ട്. അതേസമയം ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ കസ്റ്റഡിയിലെടുത്ത 4 പേരുടെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും ഇന്ന് അന്വേഷണ സംഘം കടക്കും. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി ചില ഓണ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഓണത്തിനും പുലിക്കളി ഉണ്ടാകും. എന്നാൽ കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ പുലികൾ സ്വന്തം മടകളിലാകും ചുവടുവെക്കുക. കാലത്തിനൊത്ത് മാറിയ പുലിക്കളി ഇത്തവണ ഓൺലൈനിലാണ്. വെർച്വൽ കളിത്തട്ടിലെ പുലിക്കളി സമൂഹമാധ്യമങ്ങളിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. കുടവയറിൽ വരച്ചു ചേർത്ത പുലിമുഖം, ശരീരം മുഴുവൻ പുള്ളി ചാർത്തി അരമണി കെട്ടി മുഖം മൂടി അണിഞ്ഞ് താളത്തിനൊപ്പം ചുവടുവെക്കുന്ന പുലികൾ. എല്ലാ ഓണക്കാലത്തും ഒരു ദിവസം തൃശൂർ നഗരം പുലികൾ കീഴടക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ 4ാം ഓണത്തിന് തൃശൂരിൽ പുലികൾ ഇറങ്ങില്ല. കാലത്തിന്റെ മാറ്റത്തിനൊത്ത് ഇത്തവണ പുലിക്കളിയും ഓൺലൈനിലാണ്. കഴിഞ്ഞ വർഷത്തെ വിജയികളായ അയ്യന്തോൾ ദേശമാണ് ഓൺലൈൻ പുലിക്കളി നടത്തുക. ചതയദിനം വൈകിട്ട് 3:30 മുതൽ 4:30 വരെയാണ് ഈ പുലിക്കളി. പുലികൾ സ്വന്തം വീടുകളിൽ ചുവടുവെക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഒരുമിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഓരോ പുലികളും അവരവരുടെ മടകളിലിരുന്ന് ആഘോഷിക്കുന്ന പുലിക്കളി എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു വെർച്വൽ കളിത്തട്ടിലേക്കാക്കി ഇപ്രാവശ്യം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. പുലികളും താളവാദ്യക്കാരുമടക്കം 20ഓളം പേരാണ് പുലിക്കളിയിൽ പങ്കെടുക്കുക. സാങ്കേതിക വിദഗ്ധർക്ക് പുറമെ കലാസാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും മാധ്യമപ്രവർത്തകരും വിർച്വൽ കളിത്തട്ടിൽ സംഘാടകർക്കൊപ്പം ഒത്തുചേരും. പഠനവും ജോലിയുമൊക്കെ വീട്ടിലിരുന്ന് സാധ്യമാകുന്ന കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളും അത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടണം എന്ന ആലോചനയിൽ നിന്നാണ് ഈ ആശയം രൂപമെടുത്തത്. ന്യൂസ് 18 തൃശൂർ.
ഓണക്കാലത്തിന് കൊഴുപ്പേകാൻ പോലീസുകാർ അരങ്ങിലും അണിയറയിലുമുള്ള സംഗീത ആൽബവും. പ്രളയം മൂലമുള്ള കാത്തിരിപ്പിന്റെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോവിഡ് കാലത്ത് ആൽബം പുറത്തിറങ്ങുന്നത്. പൊന്നോണം വന്നല്ലോ, മാവേലി വന്നല്ലോ, പൂത്തുമ്പി പെണ്ണാളെ നിൻ പൂമാരൻ വന്നല്ലോ. പാട്ടെഴുതി ചിട്ടപ്പെടുത്തിയ ആദ്യ ഓണക്കാലത്ത് പ്രളയം, 2ാം വർഷവും ആവർത്തനം, 3ാം വർഷം കോവിഡ് മഹാമാരി. അതിജീവനത്തിന് ഇതിനേക്കാൾ പറ്റിയ സമയമില്ലെന്ന തിരിച്ചറിവിൽ ചിത്രീകരണം പൂർത്തിയാക്കി. മനോജ് പരമേശ്വരനാണ് സംഗീതം. കണ്ണമാലി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറായ PS ഷിജുവാണ് പാട്ടുകാരൻ. മലയാളത്തിലെ പ്രമുഖ താരങ്ങളാണ് ആൽബത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു പ്രതീക്ഷയാണ് ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത്. നമുക്കെല്ലാം വീടുകളിലിരുന്ന് നമ്മൾ ആഘോഷിക്കാനായിട്ടുള്ള നിർദ്ദേശവും തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു പ്രണയവും ഓണത്തിൻ്റെ ആഘോഷമൊക്കെ കൂട്ടിയിണങ്ങിയിട്ടുള്ള ഒരു ഗാനമാണ്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നിരവധി പാട്ടുകൾ രാജേഷ് TR രചിച്ചിട്ടുണ്ട്. കോവിഡ് അതിജീവന സന്ദേശമുയർത്തി കൊച്ചി പോലീസ് നിർമ്മിച്ച ഗാനം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരുന്നു. നേരത്ത് ഓമനച്ചുണ്ടിൽ ഞാനൊരു പൂമുത്തം തന്നില്ലേ, ഒളി കണ്ണാൽ നീ എന്നെ. ന്യൂസ് 18 കൊച്ചി. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന മേഖലകളിൽ ഒന്നാണ് പ്രിന്റിംഗ് വ്യവസായം. എന്നാൽ ഇത്തവണ ആൾക്കൂട്ടങ്ങളും ആരവങ്ങളും ഇല്ലാതെ ആഘോഷം വീടുകളിൽ ഒതുങ്ങുമ്പോൾ ഇവർക്കും സമ്മാനിച്ചത് വറുതിയുടെ ഒരു ഓണക്കാലമാണ്. ഓണക്കാലം എത്തിയാൽ കൊയ്ത്ത് കാലമായിരുന്നു പ്രിന്റിംഗ് മേഖലയ്ക്ക്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. പട്ടിണിയുടെ കഥ പറയുകയാണ് ഈ അച്ചടി മെഷീനുകൾ. കോവിഡ് മഹാമാരിയിൽ എല്ലാം അടച്ചുപൂട്ടിയപ്പോൾ നിശ്ചലമായതാണ് ഇവ. പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന ഒരു ഉത്സവ സീസണും ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഈ ഓണക്കാലവും സമ്മാനിച്ചത് പ്രതിസന്ധി മാത്രം. ആരാധനാലയങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പൊതുപരിപാടികൾ ഉപേക്ഷിക്കുക മൂലം അച്ചടി മേഖലയിൽ വളരെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത്. തൊഴിലുടമകൾ എന്ന നിലയിൽ ഈ വ്യവസായത്തെ നിലനിർത്തുന്നതിന് കടുത്ത ബാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രസ്സുകൾ അടച്ചുപൂട്ടിയതോടെ ലക്ഷങ്ങൾ ലോണെടുത്ത ഉടമകൾ കടക്കണിയിലായി. ഈ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടമാവുകയും ചെയ്തു. വിവിധ മേഖലകളിൽ സർക്കാർ സഹായങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഇവരെ ഓർമ്മിച്ചതുമില്ല. ഓണക്കാലത്ത് നിർത്താതെ ഓടിയിരുന്ന ഈ പ്രിന്റിംഗ് മെഷീനുകളിൽ അച്ചടി മഷി പുരണ്ടിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. വറുതിയുടെ ഓണക്കാലമാണ് ഇത്തവണ പ്രിന്റിംഗ് മേഖല നേരിടുന്നത്. രാജാക്കാട്ടിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18. കാർഷികോത്സവമായ ഓണത്തെയും കോവിഡ് കവർന്നതിന്റെ ദുരിതവും ദുഃഖവും നൃത്തരൂപത്തിൽ ആവിഷ്കരിക്കുകയാണ് പ്രമുഖ നർത്തകി ലിസി മുരളീധരൻ. രാജേന്ദ്രൻ എടത്തുകരയുടെ ഓണക്കവിതയ്ക്കാണ് കോഴിക്കോട് വടകര സ്വദേശിനി ലിസി മുരളീധരനും മകൾ കലാമണ്ഡലം സരികയും ചുവടുകൾ വച്ചത്. കഴിഞ്ഞ 2 വർഷവും ഓണക്കാലം പ്രളയത്തിലായിരുന്നു. ഇത്തവണ കോവിഡിന്റെ താണ്ഡവം. നിയന്ത്രണത്തോടെയുള്ള ഓണാഘോഷം മാത്രം. മാറ്റുകുറഞ്ഞ ഓണക്കാലത്ത് മലയാളിയുടെ ദുഃഖഭാരത്തിന് നൃത്താവിഷ്കാരം നൽകുകയാണ് ലിസി മുരളീധരനും മകൾ കലാമണ്ഡലം സരികയും. കാലവും പ്രകൃതിയും മാറിക്കൊണ്ടേയിരിക്കും. പരസ്പരം പകർന്നു നൽകുന്ന സ്നേഹവും സൗഹാർദ്ദവും മലയാളികളുടെ ഈ ഓണക്കാലവും നമ്മുടെ മനസ്സിനെ സുന്ദരം സുരഭിലമാക്കും. രാജേന്ദ്രൻ എടത്തുകരയുടെ കവിതയ്ക്ക് പ്രേംകുമാർ വടകരയാണ് സംഗീതം നിർവഹിച്ചത്. ഭാവനാമേഖലകളിൽ ശൂന്യമാം പാതകൾ. രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ നൃത്താവതരണം നടത്തിയിട്ടുണ്ട് ലിസി മുരളീധരൻ. S. വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. രാജ്യത്തെ മുൻനിര ചില്ലറ മൊത്ത വിതരണ ശൃംഖലയായ ഫ്യൂച്ചർ ഗ്രൂപ്പിനെ റിലയൻസ് റീറ്റെയിൽ ഏറ്റെടുത്തു. 24,713 കോടി രൂപയ്ക്കാണ് ഫ്യൂച്ചർ ഗ്രൂപ്പിനെ വാങ്ങിയത്. ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ, ഹോൾസെയിൽ, വെയർഹൌസിംഗ്, ലോജിസ്റ്റിക്സ് എന്നിവയെല്ലാം ഇനി റിലയൻസിന്റെ നിയന്ത്രണത്തിലാകും. റിലയൻസ് ഫാഷൻ റീറ്റെയിൽ ലിമിറ്റഡാണ് ചില്ലറ മൊത്ത വിൽപ്പന യൂണിറ്റുകൾ ഏറ്റെടുത്തത്. ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ് യൂണിറ്റുകൾ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സിന്റെ കീഴിലാകും. രാജ്യത്തെ ചില്ലറ വിൽപ്പന വ്യവസായത്തിന് ദിശാബോധം നൽകിയ ഫ്യൂച്ചർ ഗ്രൂപ്പിനെ പുതിയ തലത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ഡയറക്ടർ ഇഷ അംബാനി പറഞ്ഞു.